5ാം ക്ലാസ് അറബിക് ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വർഷത്തെ 2025-26 വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിൽ 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ്. ചില ചോദ്യങ്ങളിൽ എ, ബി എന്നിങ്ങനെ 2 ചോദ്യങ്ങളുണ്ടാകും. അതിലേതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നുക്മിലുൽ ഹിവാറ, നമുക്ക് സംഭാഷണം പൂരിപ്പിക്കാം. ഇവിടെ ഒരു 2 വരിയിലുള്ളൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഈ സംഭാഷണം പൂരിപ്പിക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള സംഭാഷണം തന്നെയാണ്, ആളുകളുടെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. വായിച്ചു നോക്കാം. ഖറജ റഷാദുൻ ഇലൽ മദ്രസത്തി, റഷാദ് സ്കൂളിലേക്ക് പുറപ്പെട്ടു. ഖറജ റഷാദുൻ, റഷാദ് പുറപ്പെട്ടു. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. വജദ ഫി ജാനിബി ത്വരീഖി മുസിന്നൻ യജ്ലിസു തഹത ഷജറത്തിൻ, വഴിയരികിൽ പ്രായമുള്ള ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. വജദ, അവൻ കണ്ടു. ഫി ജാനിബി ത്വരീഖി, വഴിയുടെ അരികിൽ. മുസിന്നൻ, പ്രായമുള്ള ഒരാളെ. യജ്ലിസു, അയാൾ ഇരിക്കുന്നു. തഹത ഷജറത്തിൻ, ഒരു മരത്തിന്റെ ചുവട്ടിൽ. മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടു. റഹബ റാഷിദുൻ ഇലൈഹി, റഹബ റഷാദുൻ ഇലൈഹി, റഷാദ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. ഫദാറ ബൈനഹു വ ബൈനൽ മുസിന്നി ഹിവാറുൻ, അപ്പോൾ റഷാദിനും ആ പ്രായമുള്ളയാൾക്കും ഇടയിലൊരു സംഭാഷണം നടന്നു. ദാറ, നടന്നു. ഹയ്യാനുക്കുമിലു, ആ സംഭാഷണം നമുക്ക് പൂരിപ്പിക്കാം. നമ്മൾ പാഠഭാഗത്ത് ഇതേ രൂപത്തിലുള്ളൊരു സംഭാഷണം പഠിച്ചിരുന്നു അല്ലേ? അതാണ് പൂരിപ്പിക്കേണ്ടത്. റഷാദ് ആദ്യം എന്ത് പറയും? അസ്സലാമു അലൈക്കും. അൽ മുസിന്നു വ അലൈക്കും അസ്സലാം. എന്നിട്ട് റഷാദ് ചോദിക്കുകയാണ്, ലിമ തജ്ലിസു ഹുനാ യാ ജദ്ദി, താങ്കൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഉപ്പപ്പ? ലിമ തജ്ലിസു, നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? ഹുന, ഇവിടെ. യാ ജദ്ദി, ജദ്ദേ, ഉപ്പപ്പ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ അൽ മുസിന്ന് പറയുകയാണ്, അൻതൽറു ഡാഷ്, ഞാൻ. അൻതൽറു, അൻതൽറു എന്നാൽ ഞാൻ കാത്തിരിക്കുന്നു. നമ്മൾ പാഠപുസ്തകത്തിൽ മകനെ കാത്തിരിക്കുന്നു എന്നായിരുന്നു ഉള്ളത് അല്ലേ? അത് ഉമ്മാമയായിരുന്നു. ഇവിടെയും അതേ രൂപത്തിൽ തന്നെ എഴുതാം. ഇനി വേറെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. തൽക്കാലം നമുക്ക് മകൻ എന്ന് വെക്കാം. അൻതൽറുബനി, ഞാൻ എൻ്റെ മകനെ കാത്തിരിക്കുകയാണ്. അൻതൽറു, ഞാൻ കാത്തിരിക്കുന്നു. ഇബനി, എൻ്റെ മകനെ. പിന്നെ റഷാദ് ചോദിക്കുന്നു, ഐന ബൈത്തുക, താങ്കളുടെ വീട് എവിടെയാണ്? അദ്ദേഹം പറയുന്നു, ബൈത്തി ഇൻ ദ ഡാഷ്, ബൈത്തി എൻ്റെ വീട്, ഇൻ ദ ഡാഷ്, എന്താ എന്ന് പറഞ്ഞാൽ അടുക്കൽ, ഡാഷ് ഇവിടെ എന്തെങ്കിലും പൂരിപ്പിക്കണം. ഇൻ ദ സൂഖി, മാർക്കറ്റിന്റെ അടുക്കൽ. അതേപോലെ ഏത് വാക്കും നമുക്ക് വെക്കാം. ഇൻദൽ മദ്രസത്തി, സ്കൂളിന്റെ അടുക്കൽ. അങ്ങനെ ഒരു വാക്ക് അവിടെ വെക്കുക. അപ്പോൾ റഷാദ് ചോദിക്കുകയാണ്, ഹൽ തുരീദു ഡാഷ്, ഹൽ തുരീദു, താങ്കൾക്ക് വേണോ? എന്ത് വേണോ എന്നാണ് ചോദിക്കുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ അതിന് മറുപടി അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. അദ്ദേഹം മറുപടി പറയുന്നത്, നഅം, അതെ, ഉരീദുൽ മാ, എനിക്ക് വെള്ളം വേണം. അപ്പോൾ താങ്കൾക്ക് വെള്ളം വേണോ എന്നാണ് റഷാദ് ചോദിച്ചത്. അതെങ്ങനെ ചോദിക്കാം? ഹൽ തുരീദുൽ മാ, താങ്കൾക്ക് വെള്ളം വേണോ? അപ്പോൾ അദ്ദേഹം ഉത്തരം പറയും, നഅം, അതെ, ഉരീദുൽ മാ, എനിക്ക് വെള്ളം വേണം. അപ്പോൾ റഷാദ് വെള്ളം കൊടുക്കും അല്ലേ? എങ്ങനെ കൊടുക്കാം? ഹുന അൽ മാവ്, ഇതാ വെള്ളം. ഇഷ്റബ്, കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റഷാദ് വെള്ളം കൊടുത്തു. അപ്പോൾ മുസ്ലിം എന്ത് പറയും? ശുക്രൻ, താങ്ക് യു അല്ലെ, നന്ദി പറയും. ഇങ്ങനെ ഈ ഹിവാർ നമുക്ക് പൂരിപ്പിക്കാം. അടുത്ത ചോദ്യം, നഖറഉൽ മൻലൂമ, കവിത നമുക്ക് വായിക്കാം. വനക്തുബ് സുതൂറൻ മുനാസിബത്തൻ, എന്നിട്ട് അനുയോജ്യമായ വരികൾ എഴുതാം. എന്തിന് അനുയോജ്യമായ? ലി തസ്രീഹാത്തി താലിയ, താഴെയുള്ള തസ്രീഹാത്തിന്. തസ്രീഹാത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്. താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്ക് അനുയോജ്യമായ വരികൾ ഈ കവിതയിൽ നിന്നും കണ്ടെത്താം. താഴെ സ്റ്റേറ്റ്മെന്റ് എവിടെ? ഇതാ 5 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സെന്റൻസിനാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഓരോ സെന്റൻസിനും അനുയോജ്യമായ വരി ഈ കവിതയിൽ നിന്നും കണ്ടെത്തണം. എന്നിട്ട് അത് ഈ കള്ളിയിൽ എഴുതണം. ഓക്കെ, നമുക്ക് കവിത വായിച്ചു നോക്കാം. സലാമൻ അയ്യുഹൽ മാഉ, വെള്ളമേ നിനക്ക് സലാം. ഫമിൻകൽ കുല്ലു അഹിയാഉ,
എല്ലാ ജീവനുള്ളവയും നിന്നിൽ നിന്നാണ്. നമ്മുടെ ബുക്കിലുള്ള കവിതയാണ്. ബി അംരിൻ മിൻ ഇലാഹിൽ കൗനി ഹയാത്തുൻ ഫീക യാ മാഉ. ലോകരക്ഷിതാവിന്റെ, ലോകദൈവത്തിന്റെ കൽപ്പന പ്രകാരം നിന്നിലാണ് വെള്ളമേ ജീവിതം. ഫകുല്ലു ശുക്രി വൽ ഹുബി, എല്ലാ സ്നേഹവും എല്ലാ നന്ദിയും, ലിമാ അൻസൽത യാ റബ്ബി, റബ്ബേ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നതിന് എല്ലാ നന്ദിയും എല്ലാ സ്നേഹവും നിന്നോടുണ്ട്. വഫി ഉസ്രിൻ വഫി യുസ്രിൻ യജൂദുൽ മാഉ ബിൽ ഖൈരി, പ്രയാസകരമായ സന്ദർഭങ്ങളിലും എളുപ്പമുള്ള സന്ദർഭങ്ങളിലും വെള്ളം നല്ലത് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. വകുല്ലുൽ ഫദ്ലി വൽ ഇഹ്സാനി ബിമാ അക്രംത യാ മന്നാൻ. യാ മന്നാൻ എന്നാൽ മന്നാനെ അള്ളാഹുവെ എന്നാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ പേരാണ് മന്നാൻ. അള്ളാഹുവെ നീ വെള്ളം നൽകി അനുഗ്രഹിച്ചതിനാലാണ് എല്ലാ നന്മയും എല്ലാ മഹത്വവും ഇവിടെ ഉള്ളത്. വസിറുൽ ഖൈറി ഫിൽ അക്വാനി, ലോകത്തിലെ നന്മയുടെ രഹസ്യം തന്നെ ബിഹാദൽ മാ യാ ഇൻസാൻ, മനുഷ്യ ഈ വെള്ളമുള്ളത് കൊണ്ടാണ് ലോകം നന്നായി നിൽക്കുന്നത്. വതീബുൽ ഐഷിയ ഇഖ്വാൻ, സഹോദരങ്ങളെ നല്ല ജീവിതം ബിത്വാഅത്തി റബ്ബിന റഹ്മാൻ, രക്ഷിതാവായ റഹ്മാനെ അള്ളാഹുവിനെ അനുസരിക്കൽ കൊണ്ടാണ് നല്ല ജീവിതം, സുഗന്ധമുള്ള ജീവിതം ലഭിക്കുക. ഇതാണ് വരികൾ. ഇനി സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാം. ഇവയുമായി യോജിക്കുന്ന വരികൾ കണ്ടെത്താം. ഒന്നാമത്തേത് കുല്ലു ഹയ്യിൻ മിനൽ മാഇ, എല്ലാ ജീവനുള്ളവയും വെള്ളത്തിൽ നിന്നാണ്. ഈ ആശയം ഏത് വരിയിലാണുള്ളത്? സലാമൻ അയ്യുഹൽ മാഉ ഫമിൻകൽ കുല്ലു അഹ്യാഉ, ഇതിലാണ് അല്ലേ. അപ്പോൾ ആ വരി ഇവിടെ എഴുതുക. അടുത്തത് അൽ മാഉ ഹയാത്തുൻ, വെള്ളം ജീവിതമാണ്, വെള്ളമാണ് ജീവിതം, അത് ഇവിടെയാണുള്ളത് അല്ലേ. ബി അംരിൻ മിൻ ഇലാഹിൽ കൗനി ഹയാത്തുൻ ഫീക യാ മാഉ, വെള്ളമേ നിന്നിലാണ് ജീവിതം, ആ വരി ഇവിടെ എഴുതുക. റാഹത്തുൽ ഐശി ബി ത്വാഅത്തി റബ്ബി, റബ്ബിനെ അനുസരിക്കലിലാണ് സ്വസ്ഥമായ ജീവിതം ഉണ്ടാവുക, അത് ഏറ്റവും അവസാനത്തെ വരി. തീബുൽ ഐഷിയ ഇഖ്വാൻ ബി ത്വാഅത്തി റബ്ബിന റഹ്മാൻ. നാലാമത്തത് അൽ മാഉ യജൂദു ബിൽ ഖൈരി ഫീ കുല്ലി ഔഖാത്തിൻ, എല്ലാ സമയത്തും വെള്ളം നല്ലത് വരുത്തുന്നു, അതെവിടെ? വഫി ഉസ്രിൻ വഫി യുസ്രിൻ യജൂദുൽ മാഉ ബിൽ ഖൈരി, അത് ഇവിടെ എഴുതുക. നക്തശിഫു മിനൽ മൽദൂമി ഹർഫ ജർറിൻ മഅൽ ഇസ്മിൽ മജ്റൂർ, ഈ കവിതയിൽ നിന്നും ഒരു ഹർഫു ജറും അതിൻ്റെ ഇസ്മുൽ മജ്റൂറും കണ്ടെത്തി എഴുതാം. ഈ കവിതയിൽ ഹർഫു ജറുകളുണ്ട്. ഒരു ഹർഫു ജറുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഇസ്മും ഉണ്ടാകും. അപ്പോൾ ആ ഇസ്മിനാണ് എന്ത് പറയുക? അൽ ഇസ്മുൽ മജ്റൂർ എന്ന് പറയുക. ആ ജറ് ചെയ്യുന്ന ഹർഫിനെ കൊണ്ട് ജറ് ചെയ്യപ്പെട്ട ഇസ്മ നമുക്ക് കണ്ടുപിടിക്കാം. കുറേ ഉണ്ട്. തൽക്കാലം ഫി ഉസ്രിൻ എന്ന് കാണുന്നുണ്ടല്ലേ, പ്രയാസത്തിൽ. ഫി എന്നത് ഹർഫ് ജറാണ്, ജറിൻ്റെ ഹർഫാണ്. ഉസ്ർ എന്നതോ ആ ജറിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്നിരിക്കുന്ന ഇസ്മാണ് അല്ലേ. ജറിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്നതുകൊണ്ട് ഈ ഇസ്മിന് ജറ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് ഇത് അൽ ഇസ്മുൽ മജ്റൂറാണ്. അപ്പോൾ ഫി ഉസ്രിൻ എന്നത് ഇവിടെ എഴുതുക. ഫി എന്നത് ഹർഫു ജറാണ്, ഉസ്രിൻ എന്നത് അൽ ഇസ്മുൽ മജ്റൂറാണ്. ഇനി ഇതിൻ്റെ ബി, രണ്ടാമത്തത് നുഇദ്ദുൽ ലൗഹാത്തി, നമുക്ക് ബോർഡുകൾ തയ്യാറാക്കാം. അനിൽ മാഇ, വെള്ളത്തെക്കുറിച്ച്, അലാ ലൗഇൽ മൻലൂം, ഈ കവിതയുടെ വെളിച്ചത്തിൽ. ഈ കവിതയിൽ വെള്ളത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരു ബോർഡാക്കി എഴുതാം. എത്ര എണ്ണം എഴുതണം? ഒരു 5 ബോർഡുകൾ ഉണ്ടാക്കണം. അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ കുറേ എണ്ണം പറയുന്നുണ്ടല്ലേ, ഇതൊക്കെ ഈ കവിതയിലുള്ള വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നും പറ്റുന്നതൊക്കെ എടുത്ത് ഇവിടെ എഴുതാം. ഏതൊക്കെ പറ്റും? കുല്ലു ഹയ്യിൻ മിനൽ മാഇ, ഇത് പറ്റും അല്ലേ. ഈ കവിതയിൽ വെള്ളത്തിനെ കുറിച്ച് പറയുന്നൊരു സെന്റൻസ് ആണിത്, മിൻകൽ കുല്ലു അഹിയാവു എന്നുള്ളത്. അതുകൊണ്ട് കുല്ലു ഹയ്യിൻ മിനൽ മാഇ എന്നത് ഇവിടെ എഴുതുക. 1 കിട്ടി. പിന്നെയോ അൽ മാഉ ഹയാത്തുൻ, വെള്ളമാണ് ജീവിതം, അതും വെള്ളത്തിനെ കുറിച്ച് ഈ കവിതയിൽ പറയുന്നതാണ്. അതുകൊണ്ട് അടുത്ത കള്ളിയിൽ അത് എഴുതുക, അൽ മാഉ ഹയാത്തുൻ. ഇനി 3 എണ്ണം കൂടെ വേണം. റാഹത്തുൽ ഐശി ബി ത്വാഅത്തി റബ്ബി, നല്ല ജീവിതം റബ്ബിനെ അനുസരിക്കൽ കൊണ്ടാണ്, അത് വെള്ളത്തെക്കുറിച്ച് പറയുന്നതല്ല. അതുകൊണ്ട് അടുത്ത് നോക്കാം. അൽ മാഉ യജൂദു ബിൽ ഖൈരി ഫി കുല്ലി ഔഖാത്തിൻ, എല്ലാ സമയത്തും വെള്ളം നല്ലത് വരുത്തുന്നു, അത് വെള്ളത്തെക്കുറിച്ച് ഈ കവിതയിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതിവിടെ എഴുതുക. ഇനി 2 എണ്ണം കൂടെ വേണം.
ഇവിടെ വസിറുൽ ഖൈരി ഫിൽ അക്വാനി ബിഹാദൽ മാഇയ ഇൻസാൻ എന്ന് കാണുന്നുണ്ടല്ലേ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? എല്ലാ നന്മയും വെള്ളം കൊണ്ടാണ് അല്ലേ. നന്മയുടെ രഹസ്യം അത് വെള്ളമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു സെന്റൻസ് നമുക്കുണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? എല്ലാ നന്മയും വെള്ളം കൊണ്ടാണ്, വെള്ളം കാരണമാണ് എന്ന് എഴുതാം. അതെങ്ങനെ എഴുതും? കുല്ലുൽ ഖൈരി, എല്ലാ നന്മയും ബിൽമായി, വെള്ളം കൊണ്ടാണ് എന്നെഴുതാം. ഇതേ രൂപത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഇനി ഒന്നുകൂടെ ഉണ്ടാക്കണം. ഇതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് മറ്റൊരു രൂപത്തിൽ കൂടെ പറയാം. മനുഷ്യർക്കിടയിലുള്ള നന്മയുടെ രഹസ്യം വെള്ളമാണ് എന്ന് പറയാം. അതെങ്ങനെ പറയും? അൽ മാഉ സിറുൽ ഖൈരി ബൈനന്നാസി. അൽ മാഉ വെള്ളം, സിറുൽ ഖൈരി നന്മയുടെ രഹസ്യമാണ്, ബൈനന്നാസി ജനങ്ങൾക്കിടയിലുള്ള നന്മയുടെ രഹസ്യം വെള്ളമാണ്. ആ രൂപത്തിൽ നമുക്ക് ഒരു വരിയിൽ നിന്ന് തന്നെ പല രൂപത്തിലും സെന്റൻസുകൾ ഉണ്ടാക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം, നഖ്താറു വനുക്കുമിൽ ബിസ്വഹീഹി മിനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്തെഴുതാം. നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം, വനുക്കുമിലു എന്നിട്ട് പൂരിപ്പിക്കാം, ബിസ്വഹീഹി ശരിയായ വാക്കുകൊണ്ട്, മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്നും. ബ്രാക്കറ്റിൽ 3 വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ശരിയായത് കണ്ടെത്തി ഇവിടെ എഴുതുക. ഒന്നാമത്തെ സെന്റൻസ്, തജ്ലിസുൽ ഫറാശത്തു ഡാഷ് അൽ അസ്ഹാരി. എന്താ തജ്ലിസുൽ ഫറാശത്തു? ഫറാശത്ത് ഇരിക്കുന്നു, തജ്ലിസു ഇരിക്കുന്നു, അൽ ഫറാശത്തു പൂമ്പാറ്റ ഇരിക്കുന്നു, അൽ അസ്ഹാർ മീൻസ് പൂക്കൾ. അപ്പൊ ഇവിടെ എന്തായിരിക്കും വെക്കേണ്ടത്? പൂക്കളുടെ മേൽ എന്നാണ് അല്ലേ. പൂക്കളുടെ മേൽ ഫറാശത്ത് ഇരിക്കുന്നു. നമ്മൾ മലയാളത്തിൽ പൂക്കളിൽ ഇരിക്കുന്നു എന്ന് പറയും, പക്ഷെ അറബിയിൽ പൂക്കളുടെ മേൽ എന്നാണ് പറയേണ്ടത്. അത് ബ്രാക്കറ്റിലുള്ളത് നോക്കാം. ഫീ ഉണ്ട്, അലയുണ്ട്, ഇലയുണ്ട്. ഏതാണ് ശരി? ഫീ എന്നാൽ ഇൽ എന്നാണ്. ഇൻ, അല ഓൺ മേൽ, ഇല ടു ലേക്ക്. അപ്പോൾ നമ്മൾ വെക്കേണ്ടത് അലയാണ് അല്ലേ. തജ്ലിസുൽ ഫറാശത്തു അലൽ അസ്ഹാരി, അലയാണ് ശരി ഉത്തരം. രണ്ടാമത്തത്, യസ്കുനുൽ ഖുറാബു ഡാഷ് അൽ ഉഷി. കാക്ക കൂട്ടിൽ താമസിക്കുന്നു എന്നാണ് പറയേണ്ടത്. യസ്കുനുൽ ഖുറാബു കാക്ക താമസിക്കുന്നു, ഡാഷ് അൽ ഉഷി കൂട്, കൂട്ടിൽ. ഇൽ എന്ന് പറയാൻ ഫി ആണ് അല്ലേ. അലയും ഇലയുമല്ല, ഫി ആണ് ശരി ഉത്തരം. ഫി ഇവിടെ എഴുതുക. യസ്കുനുൽ ഖുറാബു ഫിൽ ഉഷി, കാക്ക കൂട്ടിൽ താമസിക്കുന്നു. അടുത്തത്, തർജിഉൽ ബിന്ദു ഡാഷ് അൽ മദ്രസത്തി. പെൺകുട്ടി സ്കൂളിൽ നിന്നും മടങ്ങുന്നു എന്നാണ് പറയേണ്ടത്. തർജിഉ മടങ്ങുന്നു, അൽ ബിന്ദു പെൺകുട്ടി, ഡാഷ് അൽ മദ്രസത്തി സ്കൂളിൽ നിന്നും. ഇൽ നിന്നും എന്ന് പറയാൻ മിൻ ആണ് ഉപയോഗിക്കുക, അലയും ഇലയുമല്ല. അതുകൊണ്ട് മിൻ ഇവിടെ വെക്കുക. തർജിഉൽ ബിന്ദു മിനൽ മദ്രസത്തി, പെൺകുട്ടി സ്കൂളിൽ നിന്നും മടങ്ങുന്നു. കതബ്തു ഡാഷ് അൽ കലമി. കതബ്തു ഞാൻ എഴുതി, അൽ കലം പേന. അപ്പോൾ ഇവിടെ വെക്കേണ്ടത് എന്താണ്? മിൻ, അല എന്നിവ വെച്ചാൽ അർത്ഥം ശരിയാവുകയില്ല. ബി വെച്ചാൽ അർത്ഥം കറക്റ്റ് ആകും. അതെങ്ങനെ? കതബ്തു ബിൽ കലമി, ഞാൻ പേന കൊണ്ട് എഴുതി. ബി എന്നാൽ കൊണ്ട്. കതബ്തു ഞാൻ എഴുതി, ബിൽ കലമി പേന കൊണ്ട്. ഓക്കെ. അടുത്തത്, യദ്ഹബു ത്വാലിബു ഡാഷ് അൽ മദ്രസത്തി. വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് പറയേണ്ടത്. യദ്ഹബു ത്വാലിബു വിദ്യാർത്ഥി പോകുന്നു, അൽ മദ്രസ സ്കൂൾ. അപ്പോൾ സ്കൂളിലേക്ക് എന്നാണ്. അതെങ്ങനെ പറയും? ഫി ആണോ അലയാണോ ഇലയാണോ? ഇലയാണ് ശരി ഉത്തരം. ലേക്ക് എന്നുള്ളതിന് ഇല. യദ്ഹബു ത്വാലിബു ഇലൽ മദ്രസത്തി, വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുന്നു. ഓക്കെ. ഫി, അല, ഇല, മിൻ, ബി എന്നീ വാക്കുകളാണ് ഈ ബ്രാക്കറ്റിൽ മുഴുവനും ഉള്ളത്. ഈ വാക്കുകളൊക്കെ എന്താണ്? ഹുറൂഫുൽ ജറാണ്, ജറിന്റെ ഹർഫുകളാണ് ഇവ. ഇവ എവിടെയാണ് വരിക? ഇസ്മുകളുടെ മുമ്പിലാണ് വരിക. ശരി. ഇനി നാലാമത്തെ ചോദ്യം, നഖറഉൽ ജുമലൽ ആതിയത. താഴെയുള്ള ജുമൽ സെന്റൻസുകൾ നമുക്ക് വായിക്കാം. വനുഇദ്ദുൽ അസ്ഇലത എന്നിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാം. ബിസ്തിഖ്ദാമിൽ അദവാത്തി ചോദ്യത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഫിൽ മുറബ്ബഇ ചതുരത്തിലുള്ള. കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ. ഈ ചതുരത്തിൽ കുറെ ചോദ്യത്തിന്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്.
ഇവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉത്തരങ്ങൾക്ക് ചോദ്യമുണ്ടാക്കാം. ഇവിടെ കുറേ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകൾക്കൊക്കെ ചോദ്യമുണ്ടാക്കണം. അതിന് ഇവിടെ നിന്നും ചോദ്യത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കാം. ആദ്യം ഇവിടെയുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൻ, മൻ എന്ന് പറഞ്ഞാൽ ആര്. ഐന, എവിടെ. മത, എപ്പോൾ. കൈഫ, എങ്ങനെ. മാത, എന്ത്. മാ, എന്ത്. ഇത്രയുമാണ് ചോദ്യത്തിൻ്റെ വാക്കുകൾ. ഇനി ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ മിസാൽ, അന ബി ഖൈരിൻ അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറയുകയാണ്. അപ്പോൾ അയാളോട് എന്ത് ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറയുക? കൈഫൽ ഹാൽ, ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അന ബി ഖൈർ അൽഹംദുലില്ലാ എന്ന് മറുപടി പറഞ്ഞു. അതേപോലെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം നമ്മൾ ഉണ്ടാക്കണം. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം. യഖഉ മത്താറു കാലിക്കോത്ത് ഫി മലപ്പുറം. കോഴിക്കോട് എയർപോർട്ട് മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. യഖഉ സ്ഥിതി ചെയ്യുന്നു, മത്താറു കാലിക്കോത്ത് കോഴിക്കോട് എയർപോർട്ട്, ഫി മലപ്പുറം മലപ്പുറത്ത്. അതിൻ്റെ ചോദ്യം എന്തായിരിക്കും? കോഴിക്കോട് എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും എടുക്കേണ്ട വാക്ക് ഏതാണ്? ചോദ്യത്തിൻ്റെ വാക്ക് ഏതാണ്? മൻ എന്നാണോ? അല്ല. ഐനയാണോ? അതെ. ഐന എവിടെ എന്നാണ് അർത്ഥം. ഐന ഇവിടെ വെക്കുക. ബാക്കി ഇതിലുള്ളതുപോലെ എഴുതുക. ഐന യഖഉ മത്താറു കാലിക്കറ്റ്. കാലിക്കറ്റ് എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? മനസ്സിലായല്ലോ? ഐന യഖഉ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മത്താറു കാലിക്കറ്റ്, കാലിക്കറ്റ് എയർപോർട്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. രണ്ടാമത്തത് നഹ്തഫിലു ബിയൗമിൽ ഖിറാഅത്തി ഫി യൂനിയു 19. ജൂൺ 19 നമ്മൾ വായനാ ദിനം ആചരിക്കുന്നു. നഹ്തഫിലു നമ്മൾ ആചരിക്കുന്നു, ബിയൗമിൽ ഖിറാഅത്തി വായനാ ദിനം, ഫി യൂൻ 19 ജൂൺ 19. ഇതിൻ്റെ ചോദ്യം എന്തായിരിക്കും? വായനാ ദിനം നമ്മൾ എപ്പോഴാണ് ആചരിക്കുന്നത്? അതിന് എപ്പോൾ എന്നുള്ള വാക്കാണ് വെക്കേണ്ടത്. എപ്പോൾ എന്നതിന് മത എന്നാണ് പറയുക. ഇവിടെ നിന്നും മത എടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ടോ മത നഹ്തഫിലു എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത്? ബിയൗമിൽ ഖിറാഅത്തി വായനാ ദിനമായിട്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വായനാ ദിനമായിട്ട് എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത്? അതിൻ്റെ ഉത്തരം നഹ്തഫിലു ബിയൗമിൽ ഖിറാഅത്തി ഫി യൂനിയു 19. മൂന്നാമത്തത് ബന അൽ മലികു ഷാജഹാൻ താജ്മഹൽ. ഷാജഹാൻ രാജാവ് താജ്മഹൽ നിർമ്മിച്ചു. ബന അൽ മലിക്കു ഷാജഹാൻ, ഷാജഹാൻ രാജാവ് നിർമ്മിച്ചു താജ്മഹൽ, താജ്മഹൽ. ചോദ്യം എന്തായിരിക്കും? താജ്മഹൽ ആരാണ് നിർമ്മിച്ചത്? അത് എഴുതാൻ വേണ്ടി മൻ എന്ന വാക്കാണ് നമുക്ക് വേണ്ടത്. മൻ എന്നാൽ ആര്. മൻ ബന ആരാണ് നിർമ്മിച്ചത്? താജ്മഹൽ, താജ്മഹൽ ആരാണ് നിർമ്മിച്ചത്? ചോദ്യമായി. ഉത്തരം ബനൽ മലിക് ഷാജഹാൻ താജ്മഹൽ. അടുത്തത് കതബത്ത് ത്വാലിബു അദ്ദർസ വിദ്യാർത്ഥി പാഠം എഴുതി. കതബത്ത് ത്വാലിബു വിദ്യാർത്ഥി എഴുതി, അദ്ദർസ പാഠം. മാതാ മാ ഇത് രണ്ടുമാണ് ബാക്കിയുള്ളത് അല്ലേ? ഇവിടെ മാതാ വെക്കാം. മാതാ കതബത്ത് ത്വാലിബു വിദ്യാർത്ഥി എന്താണ് എഴുതിയത്? ഓക്കെ, മാതാ കതബത്ത് ത്വാലിബു വിദ്യാർത്ഥി എന്താണ് എഴുതിയത് എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുക. അടുത്തത് ഇസ്മി സൽമാൻ, എൻ്റെ പേര് സൽമാൻ എന്നാണ്. ചോദ്യം മാ എന്ന് വെച്ചുകൊണ്ട് എഴുതാം. എന്തായിരിക്കും? നിന്റെ പേരെന്താണ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ മസ്മുക്ക, നിന്റെ പേരെന്താണ്? ഉത്തരം ഇസ്മി സൽമാൻ, എൻ്റെ പേര് സൽമാനാണ്. കഴിഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം നിക്മിലുൽ ജുമല കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ ജുംലകൾ പൂരിപ്പിക്കാം. ഉദാഹരണം മിസാൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡേഷ് ഫാത്തിമത്തു മിനൽ മദ്രസത്തി. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് യർജിഉ, തർജിഉ, അർജിഉ. യർജിഉ എന്നാൽ അവൻ മടങ്ങുന്നു, തർജിഉ അവൾ മടങ്ങുന്നു, അർജിഉ ഞാൻ മടങ്ങുന്നു. ഫാത്തിമയാണുള്ളത് അല്ലേ? അപ്പോൾ ഏതാണ് വരിക? അവൾ മടങ്ങുന്നു എന്നതിൻ്റെ തർജിഉ ആണ് ഇവിടെ വെക്കേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നു തർജിഉ ഫാത്തിമത്തു മിനൽ മദ്രസത്തി. ഫാത്തിമ സ്കൂളിൽ നിന്നും മടങ്ങുന്നു. അതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്യാം. ഒന്നാമത്തത്
ഡേഷ് അൽ ബിന്ദു അൽ അസ്നാന, പെൺകുട്ടി പല്ലുകൾ ഡേഷ് എന്ത് ചെയ്യുന്നു? ഉനല്ലിഫ് വൃത്തിയാക്കുന്നു എന്നാണ് വെക്കേണ്ടത്. ഉനല്ലിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിയാക്കുന്നു. അപ്പോൾ ഇതൊക്കെ മുലാരി ആയ ഫീലുകളാണ്, ഉനല്ലിഫും യർജിയും ഒക്കെ. മുലാരി ആയ ഫീലിന്റെ ആദ്യത്തിൽ ഹംസയാണ് കാണുന്നത് എങ്കിൽ ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടും. ആദ്യത്തിൽ യാ ആണുള്ളത് എങ്കിൽ അവൻ, ആൺകുട്ടികൾ ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടും. ആദ്യത്തിൽ താ ആണെങ്കിലോ അവൾ. ഓക്കെ, താ നീ എന്നുമുണ്ട്, സന്ദർഭം അനുസരിച്ച് അത് നമ്മൾ മനസ്സിലാക്കണം. ശരി, ഇവിടെ ബിന്ദാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ തു എന്നുള്ളതാണ് വരിക. തുനല്ലിഫു, തുനല്ലിഫുൽ ബിന്ദു അൽ അസ്നാന, പെൺകുട്ടി പല്ലുകൾ വൃത്തിയാക്കുന്നു. അടുത്തത് യശ്റബു ഡാഷ് അൽ ഹലീബ, യശ്റബു കുടിക്കുന്നു, അൽ ഹലീബ പാല്, പാല് കുടിക്കുന്നു. ആരാണ് കുടിക്കുന്നത് എന്ന് ഇവിടെ എഴുതണം. ബ്രാക്കറ്റിൽ ആരൊക്കെയുള്ളത്? ഫവാസ് ഉണ്ട്, ഫാത്തിമത്തുണ്ട്, അൽബിന്ദുണ്ട്. ഏത് വെക്കും? ഫവാസ് ആണ് ശരി ഉത്തരം. കാരണം ഇവിടെ യശ്റബു എന്നാണ് ഉള്ളത്. യശ്റബു എന്നാൽ മുദക്കറാണ്. എന്താ മുദക്കർ? പുരുഷൻ, പുല്ലിംഗം. മുഅന്നസ് സ്ത്രീലിംഗം. അപ്പോൾ ഇവിടെ ഫിഅലും മുദക്കറാണ്. മുദക്കറാകുമ്പോൾ അതിൻ്റെ ഫായിലും മുദക്കർ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ മുദക്കറായ ഫായില്, മുദക്കറായ വാക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, ഫവാസ് മാത്രമേ ഉള്ളൂ. ഫാത്തിമ മുഅന്നസാണ്, പെണ്ണാണ്. അൽബിന്ദ് പെൺകുട്ടി, അതും മുഅന്നസാണ്. അതുകൊണ്ട് ഫവാസ് ആണ് ഇവിടെ വെക്കേണ്ടത്. യശ്റബു ഫവാസുൻ അൽ ഹലീബ, ഫവാസ് ഹലീബ് കുടിക്കുന്നു. അടുത്തത് തഖറഉ ഡാഷ് അൽ കിതാബ, തഖറഉ വായിക്കുന്നു, അൽ കിതാബ പുസ്തകം, പുസ്തകം വായിക്കുന്നു. ആരാണ് വായിക്കുന്നത്? അതിവിടെ കണ്ടുപിടിക്കണം. തഖറഉ എന്നാണുള്ളത് അല്ലേ? അപ്പോൾ ഇത് മുഅന്നസാണ്. ത എന്ന് വന്നാൽ മുഅന്നസാണ്, യാ എന്ന് വന്നാൽ മുദക്കറാണ്. മുഅന്നസ് ആയതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്? അന, ഞാൻ. തഖറഉ അന എന്ന് പറയില്ല. ഞാൻ വായിക്കുന്നു എന്നതിന് അഖറഉ എന്നാണ് പറയുക. ഇനി സൈനബ് എന്നുണ്ട്. സൈനബ് എന്നതൊരു സ്ത്രീയുടെ പേരാണ് അല്ലേ? അപ്പോൾ അതാണ് ഉത്തരം. തഖറഉ സൈനബ്, സൈനബ് വായിക്കുന്നു, അൽ കിതാബ പുസ്തകം. മാജിദ് മുദക്കറാണ് അല്ലേ? മാജിദ് ആകുമ്പോൾ എന്താണ് പറയേണ്ടത്? യഖറഉ മാജിദ് എന്നാണ് പറയുക. തഖറഉ ആകുമ്പോൾ പെണ്ണിന്റെ പേര് വരണം, സൈനബ്. അടുത്തത് ഡാഷ് അദ്നാനു അശ്ശതലത, അദ്നാൻ ചെടി നനക്കുന്നു എന്നാണ് പറയേണ്ടത്. അദ്നാൻ എന്നത് ഒരു പുരുഷന്റെ പേരാണ് അല്ലേ? അപ്പോൾ യസ്കിയാണോ തസ്കിയാണോ അസ്കിയാണോ? അസ്കി മീൻസ് ഞാൻ നനക്കുന്നു, തസ്കി മുഅന്നസാണ് അല്ലേ? അവൾ. യസ്കി മുദക്കറാണ്, അവൻ. അദ്നാനും മുദക്കറാണ്, അതുകൊണ്ട് യസ്കി ഇവിടെ വെക്കാം. യസ്കി അദ്നാനു അശ്ശതലത, അദ്നാൻ ചെടി നനക്കുന്നു. അടുത്തത് ഡാഷ് റാഷിദു അൽ ഉമ്മ, റാഷിദ് ഉമ്മയെ കാത്തിരിക്കുന്നു, അതാണ് എഴുതേണ്ടത്. റാഷിദ് മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണ്. അപ്പോൾ ഇവിടെ ഫേലും മുദക്കർ വെക്കണം. ഇതിലേതാണ് മുദക്കർ? നൻതളിറു എന്നാൽ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. റാഷിദ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് എന്തായാലും പറയില്ല, അപ്പോൾ അതല്ല. തൻതളിറു അത് മുഅന്നസാണ്, അത് മുദക്കറാണോ? അല്ല, താ ആണുള്ളത് അല്ലേ? അപ്പോൾ അത് മുഅന്നസാണ്. യൻതളിറു ഇതാണ് ശരി. യൻതളിറു റാഷിദുൻ, റാഷിദ് കാത്തിരിക്കുന്നു, അൽ ഉമ്മ ഉമ്മയെ. ഓക്കെ, യാ ആദ്യം വരികയാണെങ്കിൽ മുദക്കർ, താ ആണെങ്കിൽ മുഅന്നസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പൂരിപ്പിക്കാം. അടുത്തത് ആറാമത്തെ ചോദ്യം. നഖറഉ മുദക്കറത്തൻ ദാത്തിയത്തൻ ലിശജറത്തി ജുവാഫ, പേരക്കമരത്തിന്റെ ആത്മകഥ നമുക്ക് വായിക്കാം. നഖറഉ നമുക്ക് വായിക്കാം, മുദക്കറത്തൻ ദാത്തിയ ഒരു ആത്മകഥ. ആരുടെ? ലിശജറത്തി ജുവാഫ, ജുവാഫ മരത്തിന്റെ, പേരക്കമരത്തിന്റെ. വനുകവ്വിനു മുദക്കറത്തൻ ദാത്തിയത്തിൻ ലിശതലത്തിൽ വർദ്ധത്തി, എന്നിട്ട് പനിനീർ ചെടിയുടെ മുദക്കറ ദാത്തിയ ആത്മകഥ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം ഇത് വായിച്ചു നോക്കാം, എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുക. പേരക്കമരം എന്താണ് പറയുന്നത്? അന ഷജറത്തു ജുവാഫത്തിൻ, ഞാനൊരു പേരക്കമരമാണ്. അന ഷജറത്തുൻ സഗീറത്തുൻ, ഞാനൊരു ചെറിയ മരമാണ്. അഖൂമു ബിജാനിബി ത്വരീഖി ഫിൽ ഖറിയത്തി, ഗ്രാമത്തിലെ വഴിയരികിൽ ഞാൻ നിൽക്കുന്നു. അഖൂമു ഞാൻ നിൽക്കുന്നു, ബിജാനിബി ത്വരീഖി വഴിയരികിൽ, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലെ.
ഓത്തി അസ്മാരി ലി തുല്ലാബി, ഞാൻ എൻ്റെ പഴങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ഓത്തി, ഞാൻ നൽകുന്നു. അസ്മാരി, എൻ്റെ പഴങ്ങൾ. ലി തുല്ലാബി, വിദ്യാർത്ഥികൾക്ക്. യസ്ന ഉൽ ഖുറാബു അൽ ഉഷ അല അഗ്സാനി, കാക്ക എൻ്റെ കൊമ്പിൻ്റെ മേൽ, എൻ്റെ കൊമ്പുകളിൽ കൂട് കൂട്ടുന്നു. യസ്ന ഉൽ ഖുറാബു, കാക്ക ഉണ്ടാക്കുന്നു. അൽ ഉഷ, കൂട്. അല അഗ്സാനി, എൻ്റെ കൊമ്പുകളുടെ മേൽ. അന ഷജറത്തുൻ സഈദത്തുൻ, ഞാൻ സന്തോഷവതിയായ ഒരു മരമാണ്. ഇനി ഇത് ഷജറത്ത് ജുവാഫ എന്ന് മാറ്റിയിട്ട് ഷത്ലത്ത് വർദ്ധത്ത് എന്ന് വെക്കണം. പേരക്കമരം എന്ന് മാറ്റി പനിനീർ ചെടി എന്നാണ് വെക്കേണ്ടത്. അതെങ്ങനെ എഴുതാം? ഇതേ രൂപത്തിൽ എഴുതാം. ഇതിൽ പേരക്കമരം എന്നുള്ളത് മാറ്റിയിട്ട് പനിനീർ ചെടി എന്ന് ആക്കിയാൽ മതി. അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന വാക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരും. ആ വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വേണം എഴുതാൻ. നമുക്ക് എഴുതി നോക്കാം, അപ്പോൾ മനസ്സിലാകും. അന ഷത്ലത്തു വർദ്ധത്തിൻ, ഞാനൊരു പനിനീർ ചെടിയാണ്. അന ഷജറത്തു ജുവാഫ എന്നതിന് പകരം അന ഷത്ലത്തു വർദ്ധത്തിൻ, ഞാനൊരു പനിനീർ ചെടിയാണ്. അന ഷത്ലത്തുൻ സഗീറത്തുൻ, ഞാനൊരു ചെറിയ ചെടിയാണ്. അടുത്തത് പേരക്കമരം വഴിയരികിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? പനിനീർ ചെടി എവിടെയാണ് നിൽക്കുക? വഴിയരികിലാണോ? വഴിയരികിൽ ഉണ്ടായേക്കാം, എന്നാലും കൂടുതലും പൂന്തോട്ടത്തിലാണ് നിൽക്കുക അല്ലേ? അതുകൊണ്ട് ബിജാനിബി ത്വരീഖ് എന്നത് മാറ്റിയിട്ട് എന്ത് വെക്കണം? പൂന്തോട്ടത്തിൽ എന്നുള്ളതിന് എന്താ പറയുക? ഫിൽ ബുസ്താനി ഫിൽ ഖറിയത്തി, ഗ്രാമത്തിലെ പൂന്തോട്ടത്തിൽ ഞാൻ നിൽക്കുന്നു എന്ന് വെക്കാം. ഇനി ജാനിബി ത്വരീഖ് എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല, കാരണം വഴിയരികിൽ പനിനീർ പൂവിന് വളർന്നുകൂടായില്ലല്ലോ. ഓത്തി അൽ വുറൂദ ലിത്തുല്ലാബി, ഞാൻ വിദ്യാർത്ഥികൾക്ക് പനിനീർ പൂക്കൾ നൽകുന്നു. ഓത്തി, ഞാൻ നൽകുന്നു. അൽ വുറൂദ, പനിനീർ പൂക്കൾ. ലിത്തുല്ലാബി, വിദ്യാർത്ഥികൾക്ക്. പേരക്കമരം അസ്മാർ, പഴങ്ങൾ നൽകിയതുപോലെ പനിനീർ ചെടി പനിനീർ പൂക്കൾ നൽകും. പിന്നെ പനിനീർ ചെടിയുടെ മേൽ കാക്ക കൂട് കൂട്ടുമോ? ഇല്ല. അതുകൊണ്ട് പകരം എന്തെഴുതാം? തജ്ലിസുൽ ഫറാശാത്തു അല അഗ്സാനി, എൻ്റെ കമ്പുകളിൽ പൂമ്പാറ്റകൾ ഇരിക്കാറുണ്ട്. തജ്ലിസുൽ ഫറാശാത്തു, പൂമ്പാറ്റകൾ ഇരിക്കും. അല അഗ്സാനി, എൻ്റെ കമ്പുകളിൽ. അന ഷത്ലത്തുൻ സഗീറത്തുൻ, ഞാനൊരു ചെറിയ ചെടിയാണ്. ഇങ്ങനെ അത് എഴുതാം. അടുത്തത് അവസാനത്തത് നുക്കമ്മിലുൽ മുദക്കിറത്ത, ഈ കുറിപ്പ് നമുക്ക് പൂർത്തിയാക്കാം. ബി അഫ്ആലിൻ മുനാസിബത്തിൻ, അനുയോജ്യമായ ഫിഅലുകൾ കൊണ്ട്. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഇസ്തൈഖൽതു, ഞാൻ ഉണർന്നു. ഇവിടെ ബ്രാക്കറ്റിൽ ഇസ്തൈഖല എന്ന ഫിഅലാണുള്ളത്. അതിനെ എന്താക്കി മാറ്റി? ഇസ്തൈഖൽതു എന്നാക്കി. ഇസ്തൈഖല എന്ന് പറഞ്ഞാൽ അവൻ ഉണർന്നു എന്നാണ്. ഇപ്പോൾ ഇസ്തൈഖൽതു, ഞാൻ ഉണർന്നു എന്നായി. മിനൻ നൗമി, ഉറക്കിൽ നിന്നും. മുബക്കിറൻ, നേരത്തെ. ഇസ്തൈഖൽതു മിനൻ നൗമി മുബക്കിറൻ, ഞാൻ ഉറക്കിൽ നിന്നും നേരത്തെ ഉണർന്നു. വസ്തഹമംതു, ഞാൻ കുളിച്ചു. ഇസ്തഹമ്മ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. ഇസ്തഹമ്മ, കുളിച്ചു. ഞാൻ കുളിച്ചു എന്ന് പറയാൻ വേണ്ടി ഇസ്തഹമംതു എന്നാക്കി. അപ്പോൾ ഞാൻ ചെയ്തു എന്ന് പറയാൻ ഫെയിലിന്റെ അവസാനത്തിൽ തു എന്ന് ചേർത്താൽ മതി. അടുത്തത് വ ഡാഷ് അൽ മലാബിസ് അൽ ജദീദത്ത. അൽ മലാബിസുൽ ജദീദ മീൻസ് പുതിയ വസ്ത്രങ്ങൾ. പുതിയ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? ലബിസ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. ലബിസ എന്നാൽ ധരിച്ചു. അപ്പോൾ ഞാൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു എന്നാണ് പറയേണ്ടത്. അതെങ്ങനെ പറയും? ലബിസ എന്ന ഫെയിലിന്റെ അവസാനത്തിൽ തു ചേർത്ത് കൊടുത്താൽ മതി അല്ലേ? ലബിസ്തു വ ലബിസ്തു അൽ മലാബിസ് അൽ ജദീദത്ത, ഞാൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. പിന്നെ ഡാഷ് മ അൽ അഖി ഇലൽ മദ്രസത്തി, സഹോദരന്റെ കൂടെ സ്കൂളിലേക്ക് പുറപ്പെട്ടു, പോയി. ഖറജ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. ഞാൻ പുറപ്പെട്ടു എന്ന് പറയാൻ ഖറജ്തു എന്നാക്കുക. ഖറജ്തു, ഞാൻ പുറപ്പെട്ടു. മ അൽ അഖി, സഹോദരന്റെ കൂടെ. ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. വ ഡാഷ് ഇലൽ ബൈത്തി മസാഅൻ, വൈകുന്നേരം. ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് ഞാൻ മടങ്ങി. അതാണ് പറയേണ്ടത്. റജഅ മീൻസ് മടങ്ങി. അതിനെ എന്താക്കണം? റജഅത്തു ഇലൽ ബൈത്തി, ഞാൻ വീട്ടിലേക്ക് മടങ്ങി. മസാഅൻ, വൈകുന്നേരം. ഇനി ഡാഷ് അഷായ, ഷെരിബ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. കുടിച്ചു.
ഞാൻ കുടിച്ചു എന്ന് പറയാൻ ശരിബ്തു, ഞാൻ കുടിച്ചു. അഷായ, ചായ. ഞാൻ ചായ കുടിച്ചു. വഡേഷ് ഇലൽ മൈതാനി, മൈതാൻ ഗ്രൗണ്ടാണ് അല്ലേ, ഗ്രൗണ്ടിലേക്ക്. ഇലൽ മൈതാനി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക്. ഗ്രൗണ്ടിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ദഹബ, ഞാൻ പോയി. ഞാൻ പോയി എന്ന് പറയാൻ വദഹബ്തു ഇലൽ മൈതാനി, ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയി. വഡേഷ് മഅൽ അസ്തിഖായി, എന്നിട്ട് കൂട്ടുകാരോടൊപ്പം ഡേഷ് കളിച്ചു. ലൈബ, കളിച്ചു. ഞാൻ കളിച്ചു എന്ന് പറയാൻ ലഅബ്തു. വലഅബ്തു മഅൽ അസ്തിഖായി, കൂട്ടുകാരോടൊപ്പം ഞാൻ കളിച്ചു. പിന്നെ വഡേഷ് അദ്ദുറൂസ, പാഠങ്ങൾ ഞാൻ ഖറഅ എന്നാണ് ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ വഖറഅതു ദുറൂസ, ഞാൻ പാഠങ്ങൾ വായിച്ചു. ഓക്കെ, ഇവിടെ ഒന്ന് എക്സ്ട്രാ വരി വന്നിട്ടുണ്ട്. ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്. പാഠപുസ്തകം 2 യൂണിറ്റുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വായിച്ച് പഠിച്ചാൽ പരീക്ഷ വളരെ എളുപ്പമായി തീരും. 1ാമത്തെയും 2ാമത്തെയും യൂണിറ്റിലെ മുഴുവൻ പാഠങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക.